ഈ ഹദീസ് ലൈഫാണെന്ന് എല്ലാവരും അംഗീകരിച്ചില്ലേ? നിങ്ങളോട് ആരെയും പറഞ്ഞത് ലൈഫാണ്? ഈ ഹദീസ് ലൈഫാ നിങ്ങളോട് ആരാ പറഞ്ഞത്? ഉസൂലുൽ ഹദീസിന്റെ ആളുകളല്ലേ, മുഹദ്ദിസീങ്ങളല്ലേ, പണ്ഡിതന്മാരല്ലേ, ഹദീസ് പഠിച്ചവരല്ലേ? അതെ, ഈ ഹദീസ് ലൈഫാണെന്ന് മനസ്സിലാക്കാനുള്ള അവരുടെ പാണ്ഡിത്യത്തെ നമ്മൾ അംഗീകരിച്ചു കൊടുത്തു. പോയിന്റ് നമ്പർ 1 നോട്ട് ചെയ്തോളി, ശരിക്കും പഠിച്ചോളി. ഇന്ന് നിങ്ങൾ പിരിഞ്ഞു പോകുമ്പോ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് റാഹത്തായിട്ട് നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ. ഞാൻ ചോദിക്കട്ടെ, ഈ ഹദീസ് ലൈഫാണെന്ന് പറയാൻ ബാധ്യതപ്പെട്ട പണ്ഡിതന്മാരല്ലേ പറഞ്ഞു? അതുകൊണ്ടല്ലേ ഇവിടെ എല്ലാരും ആ ഹദീസ് ലൈഫാന്ന് പറഞ്ഞ് ആ ഹദീസ് ലൈഫാന്ന് പറയാനുള്ള പാണ്ഡിത്യം ആ പണ്ഡിതന്മാർക്ക് നമ്മൾ വകച്ചു കൊടുത്തു ഇല്ലേ? അവർക്ക് അതിനുള്ള അവകാശമുണ്ട്. അവർ പറഞ്ഞ സത്യമാണ്, അത് ലൈഫാണ്. എങ്കിൽ അടുത്ത എന്റെ ചോദ്യം ആറ്റം ബോംബ് കണക്കെ ഇതേ പണ്ഡിതന്മാർ ആ ഹദീസിൽ ശിർക്കില്ല എന്ന് പറയും. ഈ ഹദീസിൽ ശിർക്കില്ല എന്ന് പറയുന്നു. ഇത് ചർച്ച ചെയ്ത ലോക സലഫി പണ്ഡിതന്മാർ മുഴുവൻ എന്റെ പോയിന്റ് ശരിക്കും ശ്രദ്ധിക്കണം. ഈ ഹദീസ് ലൈഫാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞപ്പോൾ നിങ്ങൾ സ്വീകരിച്ചു. അതേ പണ്ഡിതൻ, അതേ നേതാവ്, അതേ മുഹദ്ദിസ്, അതേ ഉസൂലുൽ ഹദീസിന്റെ ആളുകൾ ഈ ഹദീസിൽ ശിർക്കില്ല എന്ന് പറയും. എങ്കിൽ ആദ്യത്തേത് എടുത്തു, രണ്ടാമത്തേത് തള്ളാൻ നിങ്ങളെ മാനദണ്ഡം എന്താ? പ്രശ്നം പരിഹരിച്ചു. ഇന്ന് ഈ വിഷയത്തിലെ പ്രശ്നം പരിഹരിച്ചു. അതല്ല, ലൈഫ് എന്ന് പറയാനുള്ള പാണ്ഡിത്യം അവർക്കുള്ളൂ, ശിർക്കും തൗഹീദും തീരുമാനിക്കുന്നത് ഞങ്ങൾ മൂന്നാളാണ് ഇബ്രാഹിമിന്റെ. അത് നിങ്ങൾ എഴുതി തരണം, അതായത് ലൈഫാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവേ ഉള്ളൂ, അതിൽ ശിർക്കില്ലാണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്ക് ഉണ്ടായിരുന്നില്ല. അത് ഞങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് വാദമുണ്ടോ? ഞങ്ങൾ തുറന്നു പറയണം. ഈ ചോദ്യങ്ങൾ വിടരുത് കേട്ടോ. ഈ ചോദ്യങ്ങൾക്ക് ഏത് സദ് കിട്ടിയാലും നിങ്ങൾ ചോദിക്കണം. ഉസ്താദുമാരെ, മൗലവിമാരെ, നേതാക്കന്മാരെ, ഈ ഹദീസ് ലൈഫാണെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഈ ഹദീസിന്റെ മത്തിനിൽ ശിർക്കുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതാ ഞങ്ങളെ ചോദ്യം.